നമസ്കാരം. വീണ്ടും ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വരുന്ന ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഹെൽത്ത് ബൈയെ കുറിച്ചാണ്. ഞാൻ നേരത്തെ ഈ വീടിന് മേടിക്കുന്നതിന് ബന്ധപ്പെട്ട് കുറെ വീഡിയോസ് ഇട്ടിട്ടുള്ളതുകൊണ്ട് പലരും എന്നോട് ഓരോ സജഷൻ ചോദിക്കാറുണ്ട്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. അപ്പൊ ഹെൽത്ത് ബൈയുടെ ഒരു ഇൻഫർമേഷൻ അത് കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫ്രണ്ട് മുഖേന ഞാൻ അറിഞ്ഞ കാര്യമാണ്. അത് നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്താൽ ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും ഹെൽത്ത് ബൈക്ക് വേണ്ടി അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ജോയിന്റ് ആപ്ലിക്കേഷനാണ് നമ്മൾ മോർഗേജിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഹെൽത്ത് ബൈ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ഗ്രൂപ്പായിട്ടാണ് ചെയ്യേണ്ടത്, അല്ല ഇൻഡിവിജ്വൽ അല്ല ചെയ്യുന്നത്. ഇൻ കേസ് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ അവർക്ക് ഗ്രൂപ്പായിട്ടായിരുന്നു ചെയ്യേണ്ടത്, പക്ഷെ ബൈ മിസ്റ്റേക്കിൽ അത് അപ്ലൈ ചെയ്തപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നാൽ മാക്സിമം 30,000 കിട്ടി. പക്ഷെ ആ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇൻഡിവിജ്വൽ ആയിട്ടുള്ളത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ജോയിന്റ് ആയിട്ടുള്ളത് തന്നെ വേണം. അതായത് ഗ്രൂപ്പായിട്ടുള്ള അപ്ലൈ ചെയ്ത് തന്നെ ഹെൽത്ത് ബൈ വേണം, എങ്കിൽ മാത്രമേ, കാരണം ജോയിന്റ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അത് തന്നെ വേണമെന്ന് പറഞ്ഞതാണ്. പുള്ളിക്കാരി ആ ടെൻഷനായി. അപ്പൊ എന്നോട് വിളിച്ച് എന്താ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അതിനകത്ത് തന്നെ കയറി എൻക്വയറീസ് കേട്ട് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി, നമുക്കിത് തന്നെങ്കിൽ മാത്രമേ ബാങ്കുകാർ ഇത് പ്രൊസീഡ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുക എന്ന് പറഞ്ഞൊരു മെയിൻ ഐറ്റം പറഞ്ഞു. എങ്കിലും പുള്ളിക്കാരി എൻക്വയറീസ് കയറി അത് റെസ്പോണ്ട് ചെയ്ത് വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ അല്ലെങ്കിൽ വിത്തിൻ അവറിനുള്ളിൽ തന്നെ, അവർ എടുത്തില്ല, മിനിറ്റ്സിനുള്ളിൽ തന്നെ പുള്ളിക്കാരി അത് കയറി കഴിയുമ്പോൾ അവർ ഓൾറെഡി ഇത് ക്യാൻസൽ ചെയ്ത് പുള്ളിക്കാരി വീണ്ടും രണ്ടാമത് അത് അപ്ലൈ ചെയ്യാൻ സാധിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. എന്തെങ്കിലും കാരണവശാൽ നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റിപ്പോയാൽ നമുക്ക്, പക്ഷെ എന്ന് പറഞ്ഞ് നമ്മളതൊരു, കാരണം എപ്പോഴും പെട്ടെന്ന് നമുക്ക് റെസ്പോൺസ് കിട്ടുന്ന വരുന്നില്ല. നമ്മൾ പിന്നെ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആവുന്ന ഒരു സമയമാണ്. കാരണം ഇത് കിട്ടിയോ, ഇത് തിരുത്തി തരുമോ ഇല്ലയോ എന്നുള്ള, അല്ലെങ്കിൽ അതിന്റെ ഒരു പീരീഡ് കഴിയുന്നതിന് വരെ ഇത് വാലിഡിറ്റി കിടക്കുന്നതാണല്ലോ. അപ്പം ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ശ്രദ്ധിച്ച് ജോയിന്റ് ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജോയിന്റ് ആയിട്ട് തന്നെ നമ്മൾ ഗ്രൂപ്പായിട്ട് തന്നെ ഹെൽത്ത് ബൈ അപ്ലൈ ചെയ്യുക. ഇൻ കേസ് വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ നമുക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് ഇങ്ങനെ നമുക്ക് മാറി കിട്ടാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ആ ഓപ്ഷനിലേക്ക് പോകാതെ തന്നെ മാക്സിമം തെറ്റാതെ, അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരുത്താതെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇത് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.